السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى واسع الكرب. إلهي نجني من كل ضيق بجاه المصطفى خير الجميع. فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع. ബഹുന്നരായ കോടൂർ അഹ്സൻ ഉസ്താദ്, മറ്റു ഉസ്താദ് സഹോദരങ്ങൾ മജ്‌ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അഖിലുകാരിൽ പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഒരു ദീർഘമായ പ്രസംഗം ഇന്ന് നടത്തുന്നില്ല. ഗഹനമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു. ഈ മഹത്തായ ദർശനോടുള്ള ബന്ധവും ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദി ഞങ്ങളൊരു 10-22 കൊല്ലത്തെ പരിചയക്കാരാണ്. ഞാനൊക്കെ എൻ്റെ ഉസ്താദിന്റെ കൂടെ ചെമ്മാട് ദർശെടുത്തുമ്പോ അന്ന് അഹ്സനി ഉസ്താദ് അവരുടെ ഉസ്താദിന്റെ കൂടെ രണ്ടാമത് ദിവസമായി അന്ന് തിരൂരങ്ങാടിയിൽ ദർശെടുത്തുന്ന കാലം. അന്ന് തൊട്ട് വലിയൊരു ബന്ധമാണ് ഞങ്ങൾ. ആ ബന്ധാടിസ്ഥാനത്തിൽ ഇന്ന് സംസ്ഥാന ക്യാമ്പ് നടക്കുന്ന ഒരു സമയം. അപ്പോ ഉസ്താദിനോടുള്ള മഹബത്ത് കൊണ്ടും ഈ ദർശനോടുള്ള ബന്ധം കൊണ്ടും ഞാനിവിടെ വന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു നല്ല മുവഫഖായ ദർസ്, ധാരാളം പണ്ഡിത മുത്തുകളെ ഈ പ്രായത്തിൽ കാണാനത്ര വലിപ്പൊന്നുമില്ല, വലിയ ജാടകളൊന്നുമില്ല. അഹ്സനി ഉസ്താദി അവരെക്കാളും വലിയ പ്രായത്തിലുള്ള വലിയ വലിയ പണ്ഡിത മുത്തുകളെ ഈ പ്രായത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ ഓർക്കാറുണ്ട്, ഒരു 20 കൊല്ലം മുമ്പ് അന്നും 100 കുട്ടികൾക്ക് ദർസ് നടത്തിയിരുന്ന ഒരു ഉസ്താദാണ്. അല്ലാഹു തആല ഈ ദർസ് നിലനിർത്തുമാറാവട്ടെ, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇന്ന അദിനാ അഹ്ലിന്നാർ യുതനഅല ബിനഅലൈനി മിന്നാർ യഗ്ലി ദിമാഗുഹു മിൻ ഹറാരത്തി നഅലൈ. അല്ലാഹു തആല ചില ആളുകളെ, അവന്റെ അടിമകളിൽ ചില ആളുകളെ 500 കൊല്ലമൊക്കെ നരകത്തിലിട്ട് ചുട്ടുകരിക്കും. വേറെ ചില ആളുകളെ അല്ലാഹു 1000 കൊല്ലമൊക്കെ നരകത്തിലിട്ട് ചുട്ടുകരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. യഖ്റുജു മിനൻ നാരി ബഅദ 1000 ആമിൻ റജുലുൻ വലൈതനി കുന്തു ദാലിക റജുല കുല്ലമാ നദജതു ജുലൂദുഹും ബദ്ദൽനാഹും. നരകത്തിൽ കിടന്ന് ബന്ധളിയുന്ന ഒരു മനുഷ്യൻ 1000 കൊല്ലമാണ് മുസ്ലിമീങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇസ്ലാമിന്റെ മെമ്പറായി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നടക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം എന്തിനും പറ്റിയ നാടാണ്. ആർക്കും ഏതു രൂപത്തിലും ഏതു മതവിശ്വാസിയായും ഏതു കോലത്തിലും നടക്കാൻ അവകാശമുള്ള ഒരു നാടാണ്. നമുക്ക് അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പരസ്യമായി ചുംബിയും ചുംബിക്കാതെയും എല്ലാം ജീവിക്കാൻ പറ്റിയ ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹത്തായ രാജ്യം. ഈ ഇന്ത്യയിൽ ഈമാനിന്റെ വെളിച്ചത്തോടുകൂടെ നടക്കുന്നത് പിതാക്കളെ, ദീനിന്റെ പടയാളികളായ രക്തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം കണ്ട് സ്വർഗീയ ലോകത്ത് കിടക്കാനും മാളിക്കത്തുന്ന ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ഈമാനിന്റെ വെളിച്ചം തട്ടി നടക്കുന്നത്? അല്ല എങ്കിൽ ഇതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ചില ആളുകളെ അല്ലാഹു 1000 കൊല്ലം നരകത്തിലിട്ട് പൊരിക്കുന്ന സമയത്ത് ഇനി എന്റെ റബ്ബി എന്നെ ഹയാത്താക്കി വീണ്ടും എനിക്കരിക്കുന്ന അവൻ ഗഫാറാണ്, കരിക്കില്ല.
ആ പ്രതീക്ഷയുമായിരിക്കുമ്പോ അപ്പോഴാണ് ഉണങ്ങിയ വിറകിൽ മണ്ണെണ്ണ ഒടിച്ച് തീ പിടിപ്പിച്ചാലുള്ള അവസ്ഥ എങ്ങനെയാണ്? അതിനേക്കാളും അപ്പുറത്തായി ഈ മനുഷ്യന്റെ രണ്ട് കാലുകളതാ കത്താൻ തുടങ്ങുന്നു. യാ അല്ലാഹ് അൻത അർഹമുർ റഹീമീൻ. യുവാക്കളെ രണ്ട് കാലുകൾ അങ്ങോട്ട് കത്തിക്കൊണ്ടിരിക്കുമ്പോ യാ അല്ലാഹ് അൻത അർഹമുർ റഹീമീൻ, അൻത അർഹമുർ റഹീമീൻ, അൻത അർഹമുർ റഹീമീൻ. 3 പ്രാവശ്യം അൻത അർഹമുർ റഹീമീൻ എന്നങ്ങ് പറഞ്ഞ് അവിടുന്ന് ആ പാവപ്പെട്ട അടിമങ്ങ് കരയുമ്പോ അല്ലാഹു പറയുന്നു, എന്റെ മലക്കുകളെ, ആ മനുഷ്യനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക്. യഖ്റുജു മിനൻ നാരി ബഅദ അൽഫി ആമിൻ റജുലുൻ. 1000 കൊല്ലത്തിന് ശേഷമാണ് അല്ലാഹു തആല ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത്. എന്തായിരിക്കും ആ മനുഷ്യന്റെ സന്തോഷം? അപ്പോഴാണ് ആ മനുഷ്യന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന കൂടെ നരകത്തിൽ കിടന്ന ബന്ധളിയുന്ന പിടയുന്ന രണ്ടാമത്തെ മനുഷ്യൻ, യാ ഫത്താഹ് വലൈതനി കുന്തു ദാലിക റജുലാ. യാ ഫത്താഹ്, നിന്നോട് വെറുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല റഹ്മാനേ. നിന്റെ മുത്തുനബിയോട് വെറുത്തുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. നിന്റെ ഇസ്ലാമാകുന്ന പവിത്രമുള്ള ദീനാകുന്ന സുന്ദരമതം, ആ ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ലാഹ്, എന്റെ കൂടെ 1000 കൊല്ലം നരകത്തിൽ കിടന്ന് ബന്ധളിഞ്ഞവനെ നീ സ്വർഗത്തിലേക്ക് വിട്ടല്ല റഹ്മാനേ. എന്നെയും കൂടെ സ്വർഗത്തിലേക്കൊന്ന് വിട്ടാൽ യാ റബ്ബൽ ആലമീൻ, നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് എന്റെ അരികിൽ ഒന്നുമില്ല റഹ്മാനേ. നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് എന്നെയും കൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് വിട്ടാൽ നിന്റെ ഖജനാവിൽ വല്ലതും കുറയുമോ? എന്നെ വീണ്ടും നരകത്തിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് നിന്റെ ഖജനാവിൽ വല്ലതും കൂടുമോ? യാ റബ്ബൽ ആലമീൻ, പടച്ചവനെ, എന്നെ നരകത്തിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ല. എന്നെ സ്വർഗത്തിലേക്ക് അങ്ങ് വിടുന്നത് കൊണ്ട് നഷ്ടപ്പെടാനില്ല. ലാ തുഅദ്ദിബ്നി ബികസറത്തി ദുനൂബി അൻത ഖാദിറുൻ അലാ അൻ തർഹമനി. പടച്ചവനെ, നിന്നോട് വെറുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്റെ മഹാന്മാരുടെ ബർക്കത്തുൽ ലാ തുഅദ്ദിബ്നി ബികസറത്തി ദുനൂബി, ഞാൻ ചെയ്ത തെറ്റുകൾ കാരണം എന്നെ ഇനിയും നരകത്തിലിട്ട് പൊരിക്കല്ല അല്ലാഹ്. അൻത അർഹമുർ റഹീമീൻ. അല്ലാഹു പറയുന്നു, എന്റെ മലക്കുകളെ, അവനെയും കൂടെ കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക്. ആഖിറു അഹ്ലിൻ നാരി ഖുറൂജാ വ ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂലാ. നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം രക്ഷപ്പെടുന്നത് ഈ മനുഷ്യനാണ്. വ ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂലാ, സ്വർഗ്ഗത്തിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതും സ്വഹാബികളെ ഈ മനുഷ്യനാണ്. ഈ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കേൾക്കണോ നിങ്ങൾക്ക്? ലഹുദ്ദുൻയാ വ അശ്റതു അംസാലിഹാ. 1000 കൊല്ലത്തിന് ശേഷം നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്നത് ദുനിയാവും ദുനിയാവിലെ 10 ഇരട്ടി അനുഗ്രഹങ്ങളുമാണ്. ആ മനുഷ്യന് സ്വർഗത്തിലെ ഖാദിമീങ്ങൾ 70,000 മലക്കുകളാണ്. സ്വഹാബികളെ, ഏറ്റവും അവസാനമായി യാ ഹബ്ബദൽ ജന്നതു വഖതിറാബുഹാ തയ്യിബത്തുൽ ബാരിദത്തുൽ ശറബുഹാ. അവസാനമായി സ്വർഗത്തിൽ പാറിക്കളിക്കുന്നവന് 70,000 മലക്കുകളെ അല്ലാഹു തആല കൊടുക്കുമെന്ന്, ഖാദിമീങ്ങളായി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ സ്വഹാബികളോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് പൊട്ടും വിധത്തിൽ വിവരിച്ചു കൊടുക്കുന്നു. സ്വഹാബികളെ,
അഥവാ ഒരു മനുഷ്യനെ എങ്ങാനും നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിഞ്ഞാൽ ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറിയ ശിക്ഷ ഇന്ന അദിനാ അഹ്ലിന്നാർ, അല്ലാഹു നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറിയ ശിക്ഷ യുതനഅൽ ബിനഅലൈനി മിന്നാർ, തീക്കട്ടയാലുള്ള രണ്ട് ചെരുപ്പ് അല്ലാഹു കൊടുക്കും. ഇസ്ലാമിന്റെ വെളിച്ചമുള്ള മുഅ്മിനീങ്ങളെ, ആ ചെരുപ്പങ്ങ് ധരിക്കുമ്പോ തലച്ചോറ് കരിഞ്ഞു പോകും. റസൂലുള്ളാഹി വിവരിക്കുകയാണ്, ആ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് കരിഞ്ഞു പോകും. അത്രയും വലുതാണ് നരകത്തിലെ ചെറിയ ശിക്ഷ. സ്വഹാബികൾ കണ്ണീരെടുക്കുന്നു. ഫീ ഖദ്ദി സുദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്ബദാനി മിൻ ബുകാഇ. പടച്ചവനെ, ആകാശലോകത്തേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ആ പക്ഷികളിൽ ഒരു പക്ഷി ഞാനായിരുന്നുവെങ്കിൽ, ഒരു പുൽക്കൊടി എടുത്തുകൊണ്ട് മഹാന്മാർ ചോദിക്കുന്നു, നബിയേ, ഈ പുൽക്കൊടി ഞാനായിരുന്നുവെങ്കിൽ ഇന്നനാറക്കും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ. സ്വഹാബികളെ, നിങ്ങളുടെ വീടുകൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീക്കനലിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള തീയാണ് ആളിക്കത്തുന്ന ജഹന്നമിലെ തീ. ലൗ അന്ന ദൽവൽ മിൻ ഗസ്സാഖ് ജഹന്നമ ثم ഉൽഖിയ ഫി ദുനിയാ ലഅന്തനൽ അർളാ. ഓ സ്വഹാബികളെ, എന്റെ ഉമറേ, നരകത്തിൽ കിടന്ന് വെന്തലിയുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്ങാനും ഈ മദീനയുടെ പരിസരത്തേക്ക് തെറിച്ചു പോയാൽ ലഅന്തനൽ അർളാ, ഭൂമിയിലാകതിന്റെ ദുർഗന്ധം അടിച്ചു വീശുന്നൊരു ഗതികേടി. ഭൂമിയിലാകെ ദുർഗന്ധം അടിച്ചു വീശുകയും നാറ്റങ്ങളെ കൊണ്ട്, ചിഞ്ചനം കൊണ്ട് കോടാനക്കോടി മനുഷ്യർ മൂക്കുപൊത്തുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ, എന്തിനാണ് ജ്യേഷ്ഠാനുജന്മാരെ ഈ മഹത്തായ മജ്ലിസിൽ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ഇനി പാടി പറയാൻ പോകുന്ന ഈ മഹത്തായ മജ്ലിസ് അവിടുത്തെ മദ്ഹുകൾ പറയുകയും ഇനി അവിടുത്തെ മദ്ഹുകൾ പാടി പറയുകയും ചെയ്യാൻ പോകുന്ന ഈ മഹത്തായ മജ്ലിസിൽ ഞാൻ എന്തിനാണ് ഈ നരകത്തിന്റെ ഭയാനകത, എന്തിനാണ് എന്റെ സഹോദരങ്ങളെ ഇങ്ങനൊരു വാക്ക് ഞാൻ ആമുഖമായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സ് പൊട്ടിക്കാനല്ല. സാധുക്കളാണ് നമ്മളൊക്കെ, റസൂലുള്ളാഹിനോട് വെറുത്തിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല, യജമാനനായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുമല്ല, ശൈത്താൻ പഴപ്പിക്കുകയാണ്. അഥവാ ഒരു മനുഷ്യന് അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അവന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറുതി. എന്റെ അനുജന്മാരെ, മരീമസമായ യുഗത്തിൽ ഇന്നത്തെ ചുറ്റുപാട് ഞാൻ പറയണ്ട, ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു മുടി വെളിവാക്കി നടക്കുന്നുവെങ്കിൽ ആ പെണ്ണിനെ അല്ലാഹു കൊടുക്കുന്ന ചെറിയ ശിക്ഷ ഇത് എന്തായാലും അനുഭവിക്കേണ്ടി വരും. ഒരു ചെരുപ്പ് ധരിച്ച തലച്ചോറ് കരിഞ്ഞു പോകും. എന്റെ അനുജന്മാരെ, വേണ്ടാത്ത വൃത്തികേടുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാഷാ അല്ലാഹ്, അല്ലാഹു തആല നമ്മയൊക്കെ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ഒരു മനുഷ്യനെ അല്ലാഹു തആല നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ റബ്ബ് കൊടുക്കുന്ന ശിക്ഷകളിൽ ഒരു സൂചനയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് എവിടെയാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്? മഹത്തായ ഈ ദർസ് നമ്മുടെ മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ആഖിറത്തിലേക്കുള്ള പൊന്നുമക്കളാണ്. ഈ മുതഅല്ലിമീങ്ങളെ കാണുമ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്നത്തെ ചുറ്റുപാട് നമുക്കറിയില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിൽ, നമ്മുടെ ഈ പരിസരങ്ങളിൽ ഏത് പള്ളിയിൽ ചെന്ന് നോക്കിയാലും നമുക്ക് ഈ അറിയാവുന്ന, കാണാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് യാഥാർത്ഥ്യമുണ്ട്. അത് എന്താ ചോദിച്ചാല്, ഇപ്പൊ അടുത്ത് ഒരു പള്ളിയിൽ ജുമുഅക്ക് കൂടാൻ പോയി. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു വയസ്സായ ആജി അല്ലാഹ് അയാൾ അല്ലാഹ് വിളിച്ചിട്ട് വയസ്സായ ഉപ്പയാണ്. അയാളുണ്ട് അല്ലാഹ് എന്ന് വിളിക്കണം. അപ്പൊ എന്താ ചോദിച്ചു,
എന്താ ആചാര്യ ചോദിച്ചപ്പോ ആചാര്യ പറയാ, ആ കുട്ടിന്റെ പേന്റ് ഇപ്പൊ കീയും, ആ കുട്ടിന്റെ പേന്റ് ഇപ്പൊ കീയും. അപ്പൊ ഒരു വടിമ തട്ടിങ്ങ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടില്, നമ്മുടെ ജില്ലയിലെ ഒരു അധോഗതി, ഇന്ന് ഈ സമുദായത്തിൽ വന്നുവിട്ട ഒരു അധോഗതി. അപ്പൊ ഒരു വടി, ഒരു ഒറിജിനൽ വടി എന്ന് കൂട്ടിക്കോളി നിങ്ങൾ, ഒരു വടിയിൽ തട്ടി എങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആചാര്യ അതിപ്പത്തെ ഫാഷനാണ്. ഈ ആചാര്യക്ക് അതൊന്നും അറിയുന്നില്ല. അള്ളോന്ന് വിളിച്ചിട്ട് ഇയാളെ. അപ്പൊ ഹൗദിന്റെ അരികിൽ ഒതെടുക്കുമ്പോ ഈ കുട്ടി ആജ് മനസ്സിലാക്കിയത് ഈ കുട്ടിന്റെ പേരപ്പ കീയുന്ന. ആചാര്യ ഇത് ഫാഷനാന്ന് പറഞ്ഞപ്പോ ഇതാ ഫാഷന്. ജാഹിലിയ്യ കാലത്ത് പോലുമില്ലാത്ത വേദനാജനകമായ രംഗം, മറ്റു മതക്കാരിലൊന്നുമില്ലാത്ത കൽബ് പൊട്ടുന്ന രംഗം. എന്റെ അനുജാ, എവിടെയാണ് ഈ മുസീബത്ത് എത്തിപ്പോയത്? ജാഹിലിയ്യ കാലത്ത് അങ്ങനത്തെ ഒരു സംസ്കാരമില്ല. അത്രയും മോശപ്പെട്ട ഒരു സംസ്കാരം. പേന്റൊക്കെ ഒരു വഴിക്ക് കിഴിഞ്ഞിട്ട് കാരവന്മാരിങ്ങനെ കൽബ് പൊട്ടി വേദനിക്കുക. എന്തായി കുട്ടിയുടെ കോലം? പള്ളിയിൽ ചെന്ന് നോക്കി നിങ്ങൾ, അകത്തെ പള്ളിയിൽ ചെന്ന് നോക്കിയ പണ്ടൊക്കെ ഈ അടിവസ്ത്രം, തുണിയുടെ അടിയിൽ ഉടുക്കുന്ന ഒരു വസ്തുണ്ട്. ഞാനിപ്പോ ഈ ബറക്കത്തുള്ള മജ്‌ലിസിൽ അത് എല്ലാം കൂടി അങ്ങ് പറയുന്നില്ല. അടിയുടെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ധരിക്കുന്ന ഒരു അടിവസ്ത്രം, അതൊക്കെ പണ്ട് അലക്കിയിട്ട് ബാത്റൂമിലാണ് ഉണക്കാനിട്ടിരുന്നത്. അതല്ലെങ്കിൽ വീടിന്റെ പിൻഭാഗത്ത്. ഞാനൊന്ന് പറയാം, ഉസ്താദുമാരുടെ മുന്നിൽ വെച്ച് അതൊരു മോശമായി ഞാൻ കാണുന്നില്ല. ഈ മേഘ കാലഘട്ടം അങ്ങനെയായതുകൊണ്ട് നമ്മ മനുഷ്യന്മാർ ധരിക്കുന്ന ജഡ്ഡി എന്ന് പറയുന്ന ഒരു വസ്തു, അതൊരു സൂക്ഷിക്കേണ്ടുന്ന ഒരു അറപ്പുള്ളൊരു വസ്തുവായിട്ടായിരുന്നു. ബാത്റൂമിലും വീടിന്റെ പിൻഭാഗത്തുമൊക്കെയാണ് അലക്കാനിട്ടിരുന്നത്. എന്റെ പൊന്നു പിതാക്കളെ, ഇന്ന് ചില ഞങ്ങളുടെ നാടുകളൊക്കെ നിങ്ങളോട് എത്തിയിട്ടുണ്ട് എനിക്കറിയില്ല. ഞങ്ങളുടെ രാജ്യങ്ങളിലൊക്കെ ജുമുഅക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അകത്തെ പള്ളിയിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഒരു കുട്ടി എങ്ങാനും റുക്കൂഇലേക്ക് അങ്ങ് പോയാ പേന്റെ ഒരു ഭാഗത്ത് ജഡ്ഡി വേറെ ലോകത്ത്, സുജൂദിലേക്ക് അങ്ങ് പോയ ആഫ്രിക്കൻ കാടുമാണ്. ഇത് യാഥാർത്ഥ്യമല്ലേ സഹോദരങ്ങളെ? എന്തൊരു മോശപ്പെട്ടൊരു ചുറ്റുപാടിൽ ഈ സമുദായം എത്തിപ്പെട്ടു. ഇവിടെയാണ് നമ്മുടെ പൊന്നുമക്കളെ നമുക്ക് ഓർക്കേണ്ടത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഞാനൊരു സൂചന പറഞ്ഞത്, നിങ്ങൾ പള്ളിയിൽ നോക്കി, അകത്തെ പള്ളിയിൽ പോലും ജഡ്ഡി പ്രദർശനം ഇന്ന് വല്ലാതെ വ്യാപിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ ഈ സമുദായത്തിന്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു? നാം ഒന്നിങ്ങനെ വരുത്തുക. കാരണന്മാരെ ഞാനിപ്പോ വല്ലാതെ കൂടുതൽ പറയുന്നില്ല, തുടങ്ങാൻ തന്നെ വൈകിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത്, അഥവാ ഒരു കുട്ടിയെങ്ങാനും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറിയ ശിക്ഷ റസൂലുള്ളാഹി സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുമ്പോ, നബിയേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ആളിക്കത്തുന്ന ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് തങ്ങളെ? റസൂലുള്ളാഹി മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ആനന്ദമുണ്ടാക്കുന്ന ഒരു വാക്ക് പറയുന്നു, മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൽ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് വല്ല മഹബ്ബത്തുമുണ്ടോ, ആ മഹബ്ബത്തുള്ള ഒരൊറ്റ മനുഷ്യനെ അല്ലാഹു നരകത്തിലിടുകയില്ല. മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൽ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് വല്ല മഹബ്ബത്തുമുണ്ടോ, ആ മഹബ്ബത്തുള്ള ഒരു മനുഷ്യനെയും അല്ലാഹു തആല നരകത്തിലിടുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, റസൂൽ ആ വാക്ക് കേട്ട് സ്വഹാബത്തിന്റെ ഒരു കുളിർമ, സ്വഹാബികളുടെ ഒരു കുളിർമ. മഖ്തലത ഹുബ്ബി, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് വല്ല സ്നേഹം അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ, ആ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനെയും അല്ലാഹു തആല നരകത്തിലിടില്ല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഇത് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പറഞ്ഞതല്ലേ.
ആ നബി തങ്ങളോട് മഹബ്ബത്തുള്ള ഒരു കുട്ടിയെ അല്ലാഹു മൂത്രത്തിലിട്ട് പിടഞ്ഞു മരിപ്പിക്കുകയില്ല, മൂത്രത്തിലിട്ടുകൊണ്ട് പരീക്ഷിക്കുകയില്ല. റസൂലുള്ള ഖൽബിലുണ്ടോ ഒരാളെ? എങ്ങനെയാണ് ഈ മഹാന്മാരായ ആരിഫീങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ നെഞ്ചിലേറ്റിയ അവസ്ഥകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയേണ്ടതില്ല. ഒരേ സഅദേ, ഓടി വരുന്ന സഅദ് തങ്ങളുടെ ജ്യേഷ്ഠൻ സഹോദരൻ സഅദേ, നിന്റെ ഉമ്മ പിടഞ്ഞ് സക്കറാത്തിന്റെ വരിയിലാണ്. നീ വെള്ളം കൊടുത്താൽ കുടിക്കുമെന്നാ പറയുന്നത്. ഞങ്ങളാരും കൊടുത്തിട്ട് കുടിക്കുന്നില്ല. എന്റെ സഅദ് വരണം, എന്റെ സഅദ് വന്നിട്ട് നൽകിയാൽ ഞാൻ വെള്ളം കുടിക്കാം. സഅദ് തങ്ങൾ മുത്തുനബിയുടെ അരികിലേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, ഉമ്മ പറയുന്നുണ്ട്, ഉമ്മ മരണത്തോട് മല്ലിടുന്നുണ്ട്, ഞാൻ വെള്ളം കൊടുത്താൽ കുടിക്കുമെന്നാ പറയുന്നത്. ദീനിന്റെ വെളിച്ചം കിട്ടാത്ത ഉമ്മയാ. റസൂലുള്ള പറഞ്ഞു, മോനെ സഅദേ, ഓടിപ്പോ സഅദേ. ഉമ്മയല്ലടാ, ഉമ്മയല്ല മോനെ, ഓടിച്ചെന്നിട്ട് ആ പൊന്നുമ്മക്ക് വെള്ളം കൊടുത്തിട്ട് വാ മോനെ. സഅദ് തങ്ങൾ ഓടുന്നു. സാധുവായ ഉമ്മയുടെ ചാരത്തെത്തി. പ്രിയപ്പെട്ട ഉമ്മാക്ക് വെള്ളം കൊടുക്കുന്ന സമയം ചുണ്ടിന്റെ അരികിലേക്ക് അങ്ങ് എത്തിയപ്പോ ആ പാവപ്പെട്ട ഉമ്മ ചുണ്ടങ്ങ് അടച്ചുകൊണ്ട്, മോനെ ഈ മുഹമ്മദ് നബിയുടെ അരികിലേക്ക് പോകില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വെള്ളം, ഞാൻ നീ നൽകുന്ന വെള്ളം കുടിക്കാം. ഉമ്മ പിടഞ്ഞ് മരിച്ചാലും ഇല്ല ഉമ്മ, നിങ്ങൾ വെള്ളം കുടിക്കണ്ട. എന്റെ മുത്തുനബിയെ മാറ്റി വെച്ചിട്ട് ഞാൻ വെള്ളം നൽകിയേ, കുടിക്കണ്ട ഉമ്മ നിങ്ങൾ. മാഷാ അല്ലാഹ്, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ നെഞ്ചിലേറ്റിയ രൂപം ആ നബി തങ്ങൾ നമ്മുടെ ഖൽബിലുണ്ടോ? അൽഹംദുലില്ലാഹ്. ബദർ യുദ്ധം കഴിഞ്ഞു. എല്ലാവർക്കും വലിയ സന്തോഷം, ആവേശത്തോടുകൂടെ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഈ സന്തോഷിച്ച് മദീനയിലേക്ക് വരികയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയുന്നു. സിദ്ദീഖ് തങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, സിദ്ദീഖേ, റസൂലുള്ളാഹി പറയുന്നു, സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക, കരയേണ്ട സമയത്ത് കരയുക. ഇപ്പോൾ കരയേണ്ട സമയമല്ല. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുക? ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുന്നത്? എന്റെ പൊന്നമോനായ അബ്ദുറഹ്മാൻ എന്ന കുട്ടി ഇപ്പോഴും മറുഭാഗത്തല്ല നബിയെ, അബൂജഹലിന്റെ കൂടെയല്ലേ? എന്റെ അബ്ദുറഹ്മാൻ എന്ന മോൻ, അല്ലാഹു എനിക്ക് ലോകത്ത് നൽകിയ സമ്പത്തുകളാണ് എന്റെ മക്കൾ. അതുകൊണ്ട് തന്നെ എന്റെ മോൻ ഇപ്പോഴും മറുഭാഗത്തല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, സിദ്ദീഖേ കരയണ്ട, അബ്ദുറഹ്മാൻ ഇപ്പൊ വരും. അബ്ദുറഹ്മാൻ വന്നു. നാട്ടുകാരെ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പാ, ഞാൻ മുത്തുനബിയുടെ അരികിലേക്ക് പോയ ആട്ടിവിടോ? ഇല്ല മോനെ, എന്റെ മോനാണെന്ന് നീ പറഞ്ഞാൽ മതി. ഓടിച്ചൊല്ലുന്നു, യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകനാണ്. എന്താണ് നാട്ടുകാരെ ആ സന്തോഷം? ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടുന്ന് ദീനിന്റെ വെളിച്ചം കിട്ടിയിട്ട് ഉപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. ബാപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ അബ്ദുറഹ്മാൻ എന്ന കുട്ടി ഉപ്പാനോട് പറയ, ഉപ്പാ, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് എനിക്കൊരാളെ കയ്യിൽ കിട്ടി, ഞാൻ ചാടി വീണു. അയാളെ തലയെടുക്കാൻ വേണ്ടി ചാടി വീണു. അങ്ങനെ അയാൾ എന്റെ കയ്യിൽ കിട്ടി. കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ആരാണെന്ന് മുഖത്തേക്കൊന്ന് നോക്കിയപ്പോ അതെന്റെ ഉപ്പയായിരുന്നു, നിങ്ങളായിരുന്നു. ബാപ്പേനങ്ങ് കണ്ടപ്പോ ഞാൻ ഓടി അവിടുന്ന്. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറയാ, മോനെ, ആ സമയത്തെങ്ങാനും നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ നിന്റെ മുഖത്ത് നോക്കിയാൽ നീയാണെന്ന്, എന്റെ മോനാണെന്ന നിലക്ക് ഒരിക്കലും നിന്നെ ഞാൻ ഒഴിവാക്കൂല. എന്റെ മുത്തുനബിയുടെ മുന്നിൽ നിന്നെ പാഠം പഠിപ്പിക്കുന്ന, എന്റെ മുത്തുനബിയുടെ മുന്നിൽ നിന്നെ പാഠം പഠിപ്പിക്കും. മോനെ, എന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അടങ്ങിയിരിക്കില്ല. നോക്കു നാട്ടുകാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖൽബിലുള്ള വല്ലാത്തൊരു മഹബ്ബത്ത്. എന്നാൽ ഞാൻ എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, മാഷാ അല്ലാഹ്,
ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഅഖുദൂന മിൻ ഹൗദി, എല്ലാവരും എൻ്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കും. ഇല്ലാ അഹ്ലൽ ഇൽമിന്റെ വാഹകർ, ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അവർക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് വഅന അഗ്രിഫു ബിയദയ്യ, അവർക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് വെള്ളം കോരിക്കൊടുക്കും. നോക്കൂ എൻ്റെ നാട്ടുകാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 53ാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിൽ നിന്ന്, അത് ഉസ്താദുമാര് പറഞ്ഞു കാണും, സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പോയ രംഗം 53ാമത്തെ വയസ്സിൽ ആവേശത്തോടുകൂടെ മദീനക്കാര് സ്വീകരിച്ചു. സന്തോഷം വന്നപ്പോൾ റസൂലുള്ളാഹി ആദ്യമായി മദീനയിൽ സൗകര്യം കിട്ടിയപ്പോൾ തുടങ്ങിയത് ദർസായിരുന്നു. ദർസിലെ മക്കൾ, അത് പെരുന്നാളിന് പോലും വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത കുട്ടികളുമുണ്ട്. മോളെ ആയിഷ, ആയിഷയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ആയിഷ, ഒരു മുതഅല്ലിം കൂടെ ഉണ്ടിട്ടാ പെരുന്നാളിന് ഇന്ന് ഭക്ഷണം കഴിക്കാൻ. നബിയെ, പെരുന്നാളിന് വീട്ടിൽ പോകാതെ അങ്ങയെ ചുറ്റിപ്പറ്റി ഇൽമിനോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ടും അല്ല അവിടുന്ന് അങ്ങനെ നിൽക്കുന്ന മക്കൾ. ആയിഷ, ഒരു കുട്ടിയുണ്ട് പെരുന്നാളായിട്ട് പോയിട്ടില്ല, പെരുന്നാളിന് ഭക്ഷണത്തിന് ഒരു മുതഅല്ലിം കൂടെ വരും. എന്താണ് നാട്ടുകാരെ, നോക്കുന്ന സമയത്ത് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിന് വീട്ടിലേക്ക് റസൂലുള്ളാഹി കൊണ്ടുവരുന്നു. ആരെയാണെന്നറിയോ? ഒരു മുതഅല്ലിമിനെ, അബൂ ഹുറൈറ തങ്ങളെ. സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമീങ്ങൾ റസൂലുള്ളാഹി ദർസ് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പര നിലനിൽക്കും. പിന്നെ കാലങ്ങളനുസരിച്ച് പോരായ്മകൾ ഉണ്ടാകും. അത് ഓരോ വർഷം സ്വഹാബത്തിന്റെ മഹിമ അത് ഇപ്പോൾ കിട്ടില്ല. പക്ഷേ ഈ പരമ്പര അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന്റെ മനസ്സ് പൊട്ടിച്ച ഒരു മനുഷ്യൻ മനസ്സ് പൊട്ടിച്ചാൽ, ആ മനുഷ്യന്റെ മക്കളുടെ കാര്യം ഓർത്തുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ ആ ഉസ്താദിന്റെ മനസ്സ് പൊട്ടിച്ചാൽ ഈ മക്കള് നന്നാവാൻ പ്രയാസമാണ്. اقطع لسانك عن حملة القرآن وطلاب العلم كي لا يمزقك كلاب النار. റസൂലുള്ളാഹി മഹാന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, മുസ്ലിമീങ്ങളെ, സ്വഹാബത്തെ, മുഅ്മിനീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇഖ്തഅ ലിസാനക, മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ നാവിനെ നിങ്ങൾ അടക്കി വെക്കണം. തുല്ലാബിൽ ഇൽമി ഇഖ്തഅ ലിസാനക അൻ ഹമലത്തുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ജീവിതത്തിൽ ഒരു വാക്ക് പറഞ്ഞ് ആഖിറത്ത് നഷ്ടപ്പെടുത്താൻ പോകരുത്. വതുല്ലാബിൽ ഇൽമി, ഇൽമ പഠിക്കുന്ന എൻ്റെ മുതഅല്ലിമീങ്ങൾ, ഇൽമ പഠിക്കുന്ന എൻ്റെ മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങളെ ഖൽബ് പൊട്ടിക്കാൻ നിങ്ങൾ പോകരുത്. ആ പാവങ്ങളുടെ മനസ്സ് പൊട്ടിക്കരുത്. അല്ലാഹു തആല നരകത്തിൽ ഒരു പറ്റം നായകളെ റബ്ബ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, ദീന് പഠിക്കുന്ന മക്കളോട് വേദനിപ്പിച്ചുകൊണ്ട് എത്ര കഅബത്തിന്റെ കല്ല് പിടിച്ച ഹാജിയാണെങ്കിലും ആ മനുഷ്യനെ പിച്ച് ചീന്താൻ ഒരു പറ്റം പട്ടികളെ അല്ലാഹു തആല ആഖിറത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കൈലായി മസ്ജിദക കിലാബുൻ നാർ. എന്താണ് എൻ്റെ മാതാപിതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുതഅല്ലിമിനെ കുറിച്ച് ഇത് പറയുമ്പോ എവിടെയാണ് എല്ലാം ഇതിന്റെ അവസ്ഥകൾ? ഓ പിതാക്കളെ, ആഖിറത്തിലേക്കുള്ള നമ്മുടെ പൊന്നുമക്കളാണ് നമ്മുടെ മുതഅല്ലിമി, ദീൻ പഠിക്കുന്ന, നാം നടത്തുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് നാം നടത്തിയ നമ്മുടെ മുതഅല്ലിമീങ്ങൾ, അത് ആഖിറത്തിലേക്കുള്ള നമ്മുടെ മക്കളാണ്. അല്ലാഹു തആല ലോകത്ത് നമുക്ക് നൽകിയ സമ്പാദ്യം നമ്മുടെ മക്കളാണ് എങ്കിൽ എവിടെയാണ് ഇന്ന് ചുറ്റുപാടുകൾ ഓർത്തു നോക്കൂ നിങ്ങൾ. ഇന്ന അവ്വലമായ തഅല്ലഖു ബിർറജുലി അഹ്ലുഹു വവലദുഹു. നാളെ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും വലിയ വിഷമം അനുഭവിക്കേണ്ടി വരുന്നതും 10 വിരലുകൾ കടിക്കേണ്ടി വരുന്നതും ആരാണെന്നറിയോ? ഐ അഹ്ലുഹു വവലദുഹു. സ്വന്തം കുട്ടികളുടെ വാക്ക് കേട്ടുകൊണ്ട് ചില ഉപ്പമാർ 10 വിരലുകൾ കടിക്കും. പടച്ചവനെ,
എന്നെ നീ യാ റബ്ബൽ ആലമീൻ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയേണ്ടത് ഈ മനുഷ്യനെയാണ്. ഈ മനുഷ്യൻ എന്റെ ബാപ്പയാണ്. എനിക്ക് ദീന് പഠിപ്പിച്ചു തന്നില്ല, എനിക്ക് ദീന് പഠിപ്പിച്ചു തന്നില്ല. എന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ മനുഷ്യനെയാണ് എന്നീ അന്നത്തെ നമ്മുടെ കുട്ടികളെ പറഞ്ഞാൽ 10 വിരലുകൾ അന്നത്തെ ഉപ്പ കടിക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മെ കാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, സ്വന്തം മക്കൾ പറയുന്നൊരവസ്ഥ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ കിടന്നുകൊണ്ട് വളരാൻ ഭാഗ്യം ലഭിച്ച കുട്ടികളാണ് പറയുന്നത്, മാതാപിതാക്കളെ, നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന നജബത്തുൽ ഔലാദി. അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം വഅജല്ലുഹുന്ന നജബത്തുൽ ഔലാദി. ഒരു മനുഷ്യന് കൊടുക്കുന്ന നിഅമത്തുകളിൽ വഅജല്ലുഹുന്ന നജബത്തുൽ ഔലാദ്. ജീവിതകാലത്ത് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കണ്ടിട്ട് കൺകുളിർമയാവലാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പ, ഈ തെങ്ങുകളെ കൊണ്ടോ കൊട്ടാരം പോലെയുള്ള വീടുകളെ കൊണ്ടൊന്നും ഒരു നേട്ടവുമില്ല. ഏറ്റവും വലിയ നേട്ടമാണ് നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ പൊന്നുമക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കണ്ടിട്ട് കൺകുളിർമയാവുക. ഒരു വെള്ളിയാഴ്ച ദിവസം 25 കൊല്ലം 30 കൊല്ലമൊക്കെ ഗൾഫ് നാടുകൾ പോയി കഷ്ടപ്പെട്ട് വന്ന സാധുവായൊരു മനുഷ്യൻ, 100 കൂട്ടം രോഗങ്ങളുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യനാണ് ഈ വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിയിലേക്ക് പോകുന്നത്. ആ മനുഷ്യന്റെ 16 അല്ലെങ്കിൽ 20 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പാന്റ് ധരിച്ചിട്ടുണ്ട്, തൊപ്പിയും ധരിച്ചിട്ടുണ്ട്. അവനതാ അകത്തെ പള്ളിയുടെ മൂലയിൽ ചുരുണ്ടിരുന്നു കൊണ്ട് യാ അല്ലാഹ്. മാതാപിതാക്കളെ, മഹാന്മാർ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അടക്കമുള്ള മുത്തുകളാണ് ചോദിക്കുന്നത്, ഒരു കുട്ടിയെങ്ങാനും സുഖമില്ലാത്ത ഉപ്പ പള്ളിയിലേക്ക് പോയി അകത്തെ പള്ളിയിലേക്ക് വുളു എടുത്ത് അകത്തെ പള്ളിയിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ സ്വന്തം മകനാണ് അകത്തെ പള്ളിയിൽ ചുരുണ്ടിരുന്നുകൊണ്ട് പച്ച മലയാളത്തിൽ ദുആ ചെയ്യുന്നത്, പടച്ചവനെ എന്റെ ഉപ്പാക്ക് സുഖമില്ല അല്ലാ, എന്റെ ഉപ്പാക്ക് കാലുവേദനയാണ്, ഇരുന്ന് നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല, എന്റെ ഉപ്പയുടെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ, എന്റെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഓ മാതാപിതാക്കളെ, കരയാത്ത പണ്ഡിതനുണ്ടോ? കരയാത്ത ആരിഫീങ്ങളില്ല. സ്വാലിഹീങ്ങൾ വരെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകില്ലേ? നമ്മുടെ കുട്ടിയാണ് നമ്മുടെ ജീവിതകാലത്ത് എന്റെ ഉപ്പാക്ക് ദീർഘായുസ് കൊടുക്കണമെന്ന് ആ പച്ച മലയാളത്തിലെ ദുആ ഉപ്പാ നമ്മളെങ്ങാനും കേട്ടാൽ എന്തൊരു സന്തോഷമാണ്. മഹാന്മാർ ചോദിക്കുന്നു, നേരെ മറിച്ച് ഒറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്ത ബാപ്പയാണ്, കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ഹാജിയാണ്, 1 2 3 5 10 ഹജ്ജ് ചെയ്ത ഹാജിയാണ്. ആ ഹാജി എങ്ങാനും ഒരു വേള സുബ്ഹിക്ക് പള്ളിയിലേക്ക് പോയിട്ട് ജമാഅത്തിന് പോയി, ജമാഅത്തിൽ 1-ാം സഫിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പെട്ടിക്കടയിലേക്ക് വരുന്നു ചായ കുടിക്കാൻ. അപ്പോഴാണ് ഒരു പത്രം കണ്ടത്. ആ പത്രമെങ്ങാനും മറിച്ചു നോക്കി 2-ാം പേജിൽ ഉപ്പാ നമ്മുടെ പൊന്നുമോന്റെ ഫോട്ടോ കാണുന്നു. എന്റെ കുട്ടിക്ക് എന്താ റാങ്ക് ലഭിച്ചിട്ടുണ്ടോ? വളരെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടുകൂടെ അത് വായിക്കുമ്പോ പിതാക്കളെ, ആ മകന്റെ അടിക്കുറിപ്പ്, മകന്റെ ഫോട്ടോ, അതിന്റെ താഴെയതായി എഴുതിയിരിക്കുന്നു, 6 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന ഹാജിയുടെ മകൾ, 6 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത അഹമ്മദ് ഹാജിയുടെ മകൾ, അല്ലെങ്കിൽ അബൂബക്കർ ഹാജിയുടെ മകൾ, അല്ലെങ്കിൽ മറ്റുള്ള പേര് വെച്ച് അബ്ദുള്ള ഹാജിയുടെ മകൾ. ഉപ്പാ,
ഇനി പള്ളിക്കാട്ടിൽ കിടക്കുകയല്ലേ നല്ലത്, പള്ളിപ്പറമ്പ് തരയലല്ലേ നല്ലത്? നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ അറിഞ്ഞുവല്ലോ. ഒരു വേള ഓമറ്റപ്പട അങ്ങാടിയിലേക്ക് പോകുമ്പോ ഇന്നലെ പത്രത്തിൽ കണ്ട ചെക്കന്റെ ബാപ്പയാണത്, ആ ചെക്കന്റെ ബാപ്പയാണതെന്ന് പറഞ്ഞാൽ ഉപ്പാ എന്തിന് പറ്റും നമ്മെ? നമ്മുടെ മോളെങ്ങാനും വീട്ടിൽ ചെന്നപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെങ്ങി എത്തിയപ്പോ നമ്മുടെ മോള് ചാടിപ്പോയി എന്ന് കേട്ടാൽ ഉപ്പമാരെ, നമ്മുടെ മോനതാര് വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നറിഞ്ഞാൽ എന്തിന് പറ്റും ഉപ്പാ? സാധുക്കളായ നമ്മയൊക്കെ എന്തിന് പറ്റും? അതുകൊണ്ടാ വലിയ വലിയ മുദരിസുമാർ 40 കൊല്ലം 45 കൊല്ലമൊക്കെ ദർസ് നടത്തിയ വലിയ വലിയ ആലിമീങ്ങൾ അവര് വരെ ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, എന്റെ കുട്ടികളെ നന്നാക്കണേ അല്ലാ. ഇത് എത്ര വലിയ മഹാന്മാരുടെ ദുആയാണ്. ഇവിടെയാണ് നാട്ടുകാരെ ഏറ്റവും വലിയ രക്ഷപ്പെടാനുള്ള ഒരു വഴി. അൽഹംദുലില്ലാഹ്, നാഫിയായ ഇൽമ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള അവസരത്തിലേക്ക് നാം വളർത്തിയെടുത്താൽ അൽഹംദുലില്ലാഹ്. എനിക്കടിയൂലേ പടച്ചവനെ ദീന് പഠിക്കുന്ന ഒരു 2 കുഞ്ഞിനെ എനിക്ക് എന്റെ ആഖിറത്തിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, മാ അഅതല്ലാഹു ബഅദ അൻ-നുബുവ്വതി അഹദൻ അഫ്ളല മിനൽ ഇൽം. ഇൽമ് എന്ന് പറയുന്ന ആ മുത്തിനേക്കാൾ നുബുവ്വത്ത് എന്ന മഹത്വം മാറ്റിവെച്ചാൽ അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അൽഹംദുലില്ലാഹ്. പറമ്പും സ്വത്തും മറ്റൊക്കെ വേറെ, നാഫിയായ ഇൽമെങ്ങാനും നുബുവ്വത്ത് മാറ്റിവെച്ചാൽ ഏറ്റവും വലുത് നാഫിയായ ഇൽമ് നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നാട്ടുകാരെ, ഞാൻ ഈ പ്രസംഗം നീട്ടുന്നില്ല. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണ്, എനിക്കറിയാം. എന്നോട് എന്റെ ആഖിറത്തിലേക്കുള്ള ആത്മസുഹൃത്താണ്. 10-22 കൊല്ലം ആഖിറത്തിന് വേണ്ടി ജ്യേഷ്ഠാനുജന്മാരെ പോലെ കഴിയുന്നവരാണ് ഞാനും നമ്മുടെ അഹ്സൻ ഉസ്താദ്. അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ഉസ്താദിന്റെ ദർസിനോടുള്ള ആദരവ് കൊണ്ടും ഞാനതൊരു അംഗം എന്ന നിലക്കുമാണ് ഞാനിപ്പോൾ ഈ സമയത്തും ഞാൻ നിങ്ങളുടെ മുന്നിൽ അല്പം ചിലത് പറയുന്നത്. സമയം വൈകിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഫീ കുല്ലി യൗമിൻ വലൈലത്തിൽ അൽഫ് റഹ്മ. റസൂലുള്ളാഹി പറയുന്നു, എല്ലാ ദിവസവും അല്ലാഹു തആല ഭൂമിയിൽ 1000 റഹ്മത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ കരുണയെങ്ങാനില്ല എങ്കിൽ അതിന്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ല. 1000 റഹ്മത്താണ് അല്ലാഹു തആല ഈ ലോകത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. 699 റഹ്മ, 999 റഹ്മത്തും ലിൽ ഉലമാഇ വ ത്വാലിബിൽ ഇൽമി. ഈമാനുള്ള ജ്യേഷ്ഠാനുജന്മാരെ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ തലപ്പാവ് വെച്ച വർഗം ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാകും. റസൂലുള്ളാഹി ആദ്യമായി തുടങ്ങിയ ആ ദർസിന്റെ സന്തതികളുടെ പരമ്പരയാണിത്. ഇത് അല്ലാഹു തആല ഈ പരമ്പരയ്ക്ക് ഒരു ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, റസൂലുള്ളാഹി പറയുന്നത് 999 റഹ്മത്തും ലിൽ ഉലമാഇ വ ത്വാലിബിൽ ഇൽമി. ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കുമാണ്. ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കുമാണ്. വറഹ്മത്തുൽ വാഹിദത്തു ലിസാഇരിന്നാർ. ഒറ്റ റഹ്മത്ത് മാത്രമാണ് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും അല്ലാഹു കൊടുക്കുന്നത്. 999 റഹ്മത്ത് ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും ഉലമാക്കൾക്കും അല്ലാഹു ചൊരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു HMV ഹെഡ്മാഷ് ചിലപ്പോൾ 1 ലക്ഷം ശമ്പളം പറ്റുന്ന മന്ത്രി, അല്ലെങ്കിൽ 1.5 ലക്ഷം ശമ്പളം പറ്റുന്ന 75,000 85,000 രൂപയൊക്കെ പറ്റുന്ന ഒരാളും 5,000 രൂപ മദ്രസയിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു സാധു ഉസ്താദ്. ആ ഉസ്താദ് ഇറച്ചി വാങ്ങുന്നു, മീന് വാങ്ങുന്നു, എല്ലാം വാങ്ങുന്നു. ആ മനുഷ്യന്റെ വീട്ടിലും അൽഹംദുലില്ലാഹ്
എന്നാൽ 75,000 രൂപ 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന ആ മനുഷ്യന്റെ വീട്ടിലെ ഇടങ്ങാറ് ഈ ഉസ്താദിന്റെ വീട്ടിൽ അല്ല കൊടുക്കില്ല. അതൊരു ബർക്കത്ത് തന്നെയാണ്. 75,000 രൂപ അത് കൊടുത്താൽ അതിന്റെ 4 ഇരട്ടി പരീക്ഷണങ്ങൾ രോഗങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് വറഹ്മത്തുൽ വാഹിദ ലിസാഇരിൻ നാസ് ഇന്ന ഫളൽ മുതഅല്ലിമി. സ്വഹാബികളെ, ഒരു മുതഅല്ലിമിന്റെ ഫളൽ അലാ സാഇരിൻ നാസ്, മറ്റു മനുഷ്യന്മാരും ഒരു മുതഅല്ലിമിനെ കൊണ്ട് നോക്കിയാൽ കഫളി അബീബക്കറിൻ അലാ സാഇരി ഉമ്മത്തി. സിദ്ദീഖ് തങ്ങളും ഖിയാമത്ത് നാൾ വരെയുള്ള മറ്റു മനുഷ്യന്മാരും എങ്ങനെയാണ്, അതുപോലെയാണ് ഒരു മുതഅല്ലിമും മുതഅല്ലിം അല്ലാത്ത മനുഷ്യന്മാർ. ഖാല റസൂലുള്ളാഹി, ചൊല്ലിക്കോളി, ഖാല റസൂലുള്ളാഹി. ബുർദയും കൂടെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നീട്ടി എന്നോട് ഒരു 1.5 മണിക്കൂറെങ്കിലും പ്രസംഗിക്കണം എന്നൊക്കെ എന്നോട് അഹ്സൻ ഉസ്താദ് സൂചിപ്പിച്ചത്. പക്ഷേ ഞാനത് കണ്ടറിയണില്ല. അവര് പറഞ്ഞാൽ നിങ്ങൾ അവസ്ഥ നേരത്തെ വന്നിരിക്കുന്നവരാ. എന്താണ് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ഈ പറയുന്നത്? ഇന്നൊക്കെ സുബ്ഹാനല്ലാഹ് എത്രയോ പള്ളികളിൽ നിന്ന് ദർസുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. എത്രയോ പള്ളികളിൽ നിന്ന് ചില ആളുകളൊക്കെ പറയും അതിന് കുട്ടികളെ കിട്ടണ്ടേ, കുട്ടികളെ കിട്ടില്ല. എന്താണ് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ? ഇപ്പൊ നോക്കി നിങ്ങൾ, ഈ ഇടങ്ങാറ് പിടിച്ച സ്ഥലത്തെ 150ഓളം കുട്ടികൾ ഇവിടെ ദർസ് പഠിക്കുന്നുണ്ട്. അല്ലാഹു തആല ഈ മക്കൾക്ക് നല്ല ദീനിന്റെ ഖാദിമികളാകാൻ തൗഫീഖ് കൊടുക്കട്ടെ. ഉസ്താദിന് അല്ലാഹു ഹിമ്മത്ത് കൊടുക്കുമാറാവട്ടെ. നോക്കി നിങ്ങൾ, 150ഓളം കുട്ടികൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ. ഞാൻ ചോദിച്ചു, മക്കളെ എങ്ങനെ ഇപ്പൊ എല്ലാരും ഇവിടെ എങ്ങനെ 150ഓളം കുട്ടികൾ ഇവിടെ കിടക്കാന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഒരു ബർക്കത്ത് തന്നെ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ എത്രയോ പള്ളികൾ ദർസുകളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചില ആളുകളൊക്കെ പറയും കുട്ടികളെ ഇപ്പൊ പഠിക്കാൻ പോണില്ലേ, അതൊക്കെ വെറുതെ പറയാ. അത് ഏറ്റവും വലിയ തെളിവ് ഈ ദർസൻ. കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളൊക്കെ അതൊക്കെ വെറും പറച്ചില്. ചില ആജിമാരുണ്ട് ഹജ്ജ് ചെയ്താൽ കുടുങ്ങിപ്പോയി. ഹജ്ജ് ചെയ്താൽ ഇത്ര കട്ടകാലം പിടിച്ച രാജ്യ ദുനിയാവിൽ വേറല്ല. അങ്ങനെ കുറെ ആജിമാര് അമേരിക്കയിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലട്ടാ. അമേരിക്കയിലൊക്കെ കാണും ചില ഹാജിമാരൊക്കെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വിട്ട ഉടനെ സുബ്ഹാനല്ലാഹ് അങ്ങ് പോകുന്നത് കാണാം നേരെ വീട്ടിലേക്ക്. അല്ലാഹ് കഴിച്ചു, അല്ലാഹ് കിടക്കും ചെയ്തു. അപ്പോഴായിരിക്കും ഏതെങ്കിലും മാഷാ അല്ലാഹ് 2ാം ദർസ് എന്നൊക്കെ പറയും. ഇപ്പോഴുള്ളതല്ലേ മുതഅല്ലിമീങ്ങൾ, ഉസ്താദ് ഉറങ്ങൂല. ഈ കുട്ടികളെ പഠിപ്പിച്ച് 11, 12 മണി വരെയൊക്കെ ഈ കുട്ടികളെ, അതിലും ചിലപ്പോ തന്റേടുള്ള നല്ല വാസനയുള്ള കുട്ടികൾ ചിലപ്പോ 1 മണി വരെ ഇരുന്ന് കോതുന്ന മക്കളുണ്ടാവും, മുതിർന്ന കുട്ടികളൊക്കെ. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് അവർ ഉറങ്ങായിരിക്കും 1 മണിക്കും 12 മണിക്കൊക്കെ. നമ്മളെ കാര്യപ്പെട്ട ആചാര്യ 4:15 വന്നിട്ടുണ്ട് പള്ളിയിൽ. 5 മണിക്കാ ബാങ്ക്, 4:15 എത്തിയ ആചാര്യ. അയാളെ 4 മക്കളും പേരക്കുട്ടികളും വീട്ടിലുണ്ട്. ഒരു കുട്ടിന്റെ കൈ പിടിച്ച് ഈ ആചാര്യ വന്നിട്ടുണ്ടല്ല, അതിന് കഴിയൂല. എന്നിട്ട് വന്നി നേരെ ഹൗലുങ്കരി ലൈറ്റ് അങ്ങിട്ടിട്ട് 4 കാർക്കിച്ച് തുപ്പലും. അത് കേട്ടാ തന്നെ ബേജാറല്ല, മക്കളും പേടിക്കും. അപ്പോഴായിരിക്കും ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അകത്തെ പള്ളിയില്, പുറം പള്ളിയില്, ചെരുവിലിങ്ങനെ വന്ന് നോക്കുമ്പോ ലൈറ്റ് ഇട്ടു. ചെറിയ മക്കള് കടന്നുറങ്ങുന്നു, മൂക്കറ്റം തിന്നിട്ടേ കിടക്കുന്നുണ്ടാന്ന് ആചാര വാക്ക. ഞങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് പറയാ, മൂക്കറ്റം തിന്നിട്ട് കിടക്കുന്നുണ്ട. അപ്പൊ ഒരു കുട്ടി പെട്ടെന്ന് ഇട്ടുഴന്നു. അപ്പൊ ഒരു പുലിന്റെ മുഖം പോലെ ആചാര നോട്ടം. ഈ കുട്ടി എഴുന്നേറ്റ് ഓടി ഔലുങ്കരയിലേക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷ് ആക്കാൻ പോകുക. അപ്പൊ ഈ ആചാര ഔലുങ്കരയിൽ പെട്ടു. ഇവിടെ നാടാ ബ്രഷ് ആക്കുന്നത്. ആ കുട്ടി മൂത്രമൊഴിച്ച നാട്ടുകാരെ, ചെറിയ കുഞ്ഞ. ആ കുട്ടി ആഴ്ച നാട്ടിൽ പോയാ ഇനി ഹയാത്തുണ്ടെങ്കിൽ പള്ളി ദർശിക്കും. നമ്മൾ ആലോചിച്ചൊക്കെ ചില ആജിമാരി മരിച്ചാ നാട്ടിൽ വലിയ ബർക്കത്തായിരിക്കും. എന്താണ് ചില നാടുകളൊക്കെ സ്ഥിതിന്ന് ഞാൻ വെറുതെ പറയല്ല. ചില ആജിമാരെ ആചാരില്ലെങ്കിൽ നാടുണ്ടോ വെച്ചാൽ 1 മാസം നല്ല റാഹത്തോടെ ദർശനത്താം. ഞാൻ അടുത്ത മാസം നോക്കിയാൽ മതി. ആചാരില്ലെങ്കിൽ ഭൂമി ഉണ്ടോ വെച്ചാൽ മതി അടുത്ത മാസം. എന്നാ പിന്നെ 1 മാസം കൂടെ. അങ്ങനെ ഒരു ശഅബാൻ വരെ ഒപ്പിച്ചിട്ട് ദർസ് നടത്തി ഉസ്താദും കുട്ടികളൊക്കെ പോകുന്ന എത്ര പള്ളിയുണ്ട്, എത്ര പള്ളികൾ. എത്ര മുസീബത്ത് പിടിച്ചൊരു ശൈലി. ചില ആജിമാർ ഹജ്ജ് ചെയ്ത് കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള ശൈലി. എത്രയെന്ന് നല്ല നല്ല മുഅ്മിനീങ്ങളുണ്ട്, നല്ല നല്ല ഹാജിമാരുണ്ട്. അല്ലാഹു തആല ഈ സദസ്സിലെ കാരണന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ.
നോക്കൂ നിങ്ങൾ, എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ആളുകളെ കണ്ട് ചില കമ്മിറ്റിക്കാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും കമ്മിറ്റിക്കാരെ പൊറപ്പിച്ചായിരിക്കില്ല. ചില കമ്മിറ്റിക്കാരൊക്കെ എന്നൊക്കെ പറഞ്ഞാലേ ഉസ്താദുമാര് നിറ പാറമ്മ മുളച്ചതാണ്. പാറമ്മ മുളച്ചത് റമദാൻ മാസം. റമദാനിക്ക് നാട്ടു പോകരുതട്ടാ, റമദാനിക്ക് പള്ളിന്ന് വിട്ടുപോകരുത്. ഈ ഉസ്താദിനുല്ലേ മക്കളും കുടുംബൊക്കെ. എന്നിട്ട് പെരുന്നാള് വരെ കാത്തുനിന്ന് ഉസ്താദ് പെരുന്നാൾ കുത്തബ കേട്ട് ഓടാൻ നിൽക്കുക. അപ്പോഴാ പ്രസിഡന്റ് വന്നിട്ടാറ് ഉച്ചക്ക് ചോദിച്ചിട്ട് പോകട്ടാറ്. അല്ലോ ഉസ്താദിന്റെ വിഷമത്തിലേക്കാരൻ ഒരു മാസം അനങ്ങാൻ വിടൂല. എന്നിട്ട് ആ ഉസ്താദ് നാട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് വന്നാലോ ഇല്ലാത്ത കുറ്റം മുഴുവൻ ഉണ്ടാകും ചെയ്യും. എന്തൊരു വേദനാജനകമായ രംഗങ്ങളാണ് ഈ പരമ്പരയിൽ. ഈ പരമ്പര എത്ര കൽബ് പൊട്ടി നടക്കുന്ന എത്ര ഉസ്താദുമാരുണ്ട്, എത്ര മുതഅല്ലിമീൻ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്. നോക്കൂ നിങ്ങൾ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നബിയേ യാ ജിബ്രീൽ, അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അൻ സാഹിബിൽ ഇൽമി, ഒരു ഇൽമ പഠിപ്പിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണ് ജിബ്രീലേ? അവിടുന്ന് പറയുന്നു, നബിയേ ഹുവ സിറാജു ഉമ്മത്തിക ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും തങ്ങളുടെ ഉമ്മത്തിലെ വിളക്കാകുന്നു. തൂബാലിമൻ അറഫഹും, അവരറിയുന്നവരൊക്കെ വിജയിക്കും. വഹബ്ബഹും വൽവൈലു ലിമൻ അൻകറ മഅരിഫതഹും വഅബ്ഗലഹും, ആ പരമ്പരയോടെങ്ങാനും മനസ്സിൽ വല്ല കറയും വെറുപ്പും വെച്ച് നടന്ന ശാപമാൻ. വൽവൈൽ, കഠിനമായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഞാൻ നിർത്തട്ടെ സഹോദരങ്ങളെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅല്ലിമീൻ വബാരിക് ലഹും ഫീ അബ്ദാനിഹിം വഅത്തിൽ അഅമാറഹും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ദുആ, റസൂലുള്ള ദുആ ചെയ്യുന്നു, പടച്ചവരെ ദീന് പഠിക്കുന്ന 1-ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദാണെങ്കിലും അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുമ്മ ബാരിക് ലഹും, അവർക്ക് ബറക്കത്ത് ചെയ്യണേ. ഫീ അബ്ദാരിഹിം, അവരുടെ ശരീരങ്ങളിലും വഅത്തിൽ അഅമാറഹും, അവർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ മാഷാ അല്ലാഹ്. ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് വേണ്ടി റസൂലുള്ള ദുആ ചെയ്ത ഖിയാമത്ത് നാൾ വരെയുള്ള ഖുർആൻ മദ്രസയിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദിന് വരെ കിട്ടിയ ദുആയാണ് നാട്ടുകാരെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅല്ലിമീൻ, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കുക. ബാരിക് ലഹും, അവർക്ക് നീ ബറക്കത്ത് ചെയ്യ്. വഅത്തിൽ അഅമാറഹും, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. എന്താണെങ്കിലും അവിടുന്ന് കാലഘട്ടത്തിനനുസരിച്ച് പോരായ്മകളുണ്ടാവും. പക്ഷേ റസൂലുള്ള ദുആ ചെയ്ത ഈ പരമ്പരക്കല്ലേ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന പരമ്പരയുമാണ്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസംഗം നിർത്തുകയാണ്. നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ നാട്ടിൽ മുതഅല്ലിമീൻ നാടിഞ്ഞടി ഈ വഅദ് പറഞ്ഞപ്പോ ഈ മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഇവിടുത്തെ ഒരുപാട് ഉമ്മ. അല്ലാഹു തആല മാതാപിതാക്കൾക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഞാനിവിടെ വന്ന ഉടനെ മുതഅല്ലിമോട് ചോദിച്ചു, മക്കളെ ഭക്ഷണം ഉച്ചക്ക് രാത്രി ഒക്കെ ഇവിടെ ക്യാൻറ്റീൻ ആണ് വെച്ചല്ല, ഇവിടുത്തെ ഉമ്മമാര് തരുന്നത് ഇവിടുത്തെ വീടുകളിലെ ഭക്ഷണം. അല്ലാഹു ഈ വീടുകൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 100 ചില്ലാനും മുതഅല്ലിമീങ്ങൾക്ക് ഇവിടുത്തെ ഉമ്മപെങ്ങന്മാർ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നു. കാലങ്ങളായി എത്രയോ ആലിമീങ്ങളെ വാർത്തെടുത്തൊരു നാടാണ് ഈ മഹത്തായ ഓമച്ചപ്പൊടായി എന്ന നാട്ടിൽ. പഠിച്ച് വളർന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഞങ്ങൾക്കറിയാം, ഈ നാടിനെ കുറിച്ച് പഠിച്ചവരാണ് ധാരാളം മുതഅല്ലിമീങ്ങൾ വളർന്നൊരു മണ്ണാണിത്. ഒരു മുതഅല്ലിമി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. റൂഹുൽ ബയാൻ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ കാണാം. ഒരു മുതഅല്ലിമ് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ആ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കള്ളു കുടിച്ചു കിടക്കുന്ന ഒരാൾ, കുടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യനെ മുതഅല്ലിമിന്റെ കീശയിൽ നിന്നൊരു പേന വീണു. പേന വീണപ്പോ പറഞ്ഞു, മോനെ നിങ്ങളെ പേന വീണിട്ടുണ്ട്. കഞ്ഞി കുടിക്കാൻ പോകുന്ന ചോറൊന്നുമില്ലാന്ന് കഞ്ഞി കുടിക്കാൻ പോകുന്ന കാല. കഞ്ഞി എന്നൊക്കെ പറഞ്ഞാല് ഇന്ന് മുതഅല്ലിമീങ്ങൾ മക്കളെ നിങ്ങൾക്ക് അതിന്റെ ത്യാഗമൊന്നും അറിയില്ല. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് നിങ്ങളെ ഉസ്താദുമാരുടെ കഷ്ടപ്പാട് മുഖേന അധ്വാനിക്കുന്നത്
കുറച്ചൊന്നും, നിങ്ങളൊക്കെ സന്തോഷിക്കുന്നത് കുറച്ചൊന്നല്ല. അന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു പോകുന്ന, ഞാൻ പഠിക്കുന്ന കാലത്ത് കുറെ മുത്തഅല്ലിമീങ്ങൾ 5 കിലോമീറ്റർ നടന്നു. 30 പൈസ ഇല്ലാത്ത ബസ്സിന് 30 പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കുറെ കിലോമീറ്റർ നടന്നു വന്നപ്പോ അത് ഉസ്താദ് കണ്ടപ്പോ ഉസ്താദ് പറഞ്ഞു, മക്കളെ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടേ, മക്കളെ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ വിഷമം, നിങ്ങൾക്ക് ചിലപ്പോ 5 കിലോമീറ്റർ നടന്നത് വല്ല വിഷമായി തോന്നില്ലേ, നിങ്ങൾക്ക് കേൾക്കണം ഞങ്ങളുടെ ജീവിതം. എന്നിട്ട് ഉസ്താദ് പറയാം, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു മുത്തഅല്ലിമി ഉച്ചക്ക് കഞ്ഞി കുടിച്ചു വന്ന്, ചോറില്ലട്ടാ, ഉച്ചക്ക് കഞ്ഞി കുടിച്ചു വന്നിട്ട് താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന തട്ടും പുറത്ത്. അപ്പൊ ഉസ്താദ് പറയാ, ഞങ്ങൾ ചോദിച്ചേ, അതിന് ഞാൻ എന്തേ ഇപ്പൊ ഒരു താടിക്ക് കൈ കൊടുക്കല്? അപ്പൊ ആ കുട്ടി പറയാ, എനിക്ക് ഇന്ന് കഞ്ഞിലപ്പം ചക്കക്കൂട്ടാന് പൂള അതൊക്കെ പീങ്ങി കിട്ടും, അങ്ങനെ ഒരു ഗ്ലാസ് കഞ്ഞിന്റെ വെള്ളം കിട്ടുക. അപ്പൊ ആ കുട്ടി പറയാ, എനിക്ക് 5 വറ്റാണ് കഞ്ഞീരുണ്ടായിരുന്നത്, കഞ്ഞീര് 5 വറ്റാണ്. അപ്പോ ഈ ഉസ്താദ് തിരിച്ചു പറയും, എനിക്കിന്ന് കഞ്ഞീര് 3 വറ്റ കിട്ടിയത്, 3 വറ്റാണ്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, മോനെ മക്കളെ, ആ 3 വറ്റ് കിട്ടിയാല് ഞാൻ തന്നെ കേട്ടാ, പിന്നെ ഇനി 5 അല്ല 10 കിലോമീറ്റർ നടന്നാൽ ആർക്കും വല്ല വിഷമമുണ്ടാണ്. എന്റെ അനുജന്മാരെ നോക്കൂ, നിങ്ങൾ ഈ മുത്തഅല്ലിമി ഭക്ഷണം കഞ്ഞി കുടിക്കാൻ പോകുക, അപ്പോഴാണ് ഈ ഒരു കള്ളു കുടിച്ചു കിടക്കുന്ന ഒരാള്, മോനെ നിങ്ങളെ പേന വീണിട്ടുണ്ട്. അപ്പൊ പേന വീണിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഓടിച്ച് കുടിയനിങ്ങനെ ആടി ചെന്നിട്ട് പേന എടുത്തു കൊടുത്തു. അത് കാരണമായി അല്ലാഹു തആല അവന് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തു, നല്ലൊരു മുത്തഖിയായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുത്തു. ഒരു മുത്തഅല്ലിമിന്റെ പേന എടുത്തു കൊടുത്തത് കൊണ്ട് അവസാന സമയം ആ മനുഷ്യൻ സന്തോഷത്തോടെ പറയാ, ഒരു മുത്തഅല്ലിമിന്റെ പേന എടുത്തു കൊടുത്തത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഞാനിന്ന് ഈ രൂപത്തിലെത്തി. എന്റെ പൊന്നുമ്മമാരെ, അല്ലാഹു തആല നിങ്ങളെ കൊടുക്കൂല കേട്ടാ, അല്ലാഹു തആല നിങ്ങളെ കൊടുക്കില്ല. ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്താൽ കിട്ടുന്ന മഹിമകൾ നല്ലതുപോലെ അറിഞ്ഞു മനസ്സിലാക്കിയവരാണ് ഈ നാട്ടിലുള്ള എല്ലാ പിതാക്കളും സഹോദരങ്ങളും ഉമ്മപെങ്ങന്മാർ. അല്ലാഹുവേ, അവരുടെ വീടുകളിൽ ആഫത്തുകളെ തൊട്ട്, ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തൊട്ട് അവരെ നീ കാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, പല ഭാഗങ്ങളിലും കൽബ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയ, അങ്ങ് ആലോചിച്ചു നോക്കൂ, ഓരോ ഭാഗത്തും പല വിഷമങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ 10 കുട്ടികളുടെ ദുആ ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു, അതുപോലെ ഡോക്ടർമാർ പെരുകി, രോഗങ്ങൾ അതിലേറെ പെരുകുകയാണ്. പണ്ടൊക്കെ ഓമച്ചപ്പടയിൽ വന്ന് വാഴ്ന്നു പറയുമ്പോ, ഞങ്ങൾക്ക് ഇവിടെ അല്ല, എന്റെ നാസറാജിയെ പോലെയുള്ള ഞങ്ങളുടെ മുഹിബീങ്ങളൊക്കെ ഉള്ള നാടാണിത്. ഈ ഓമച്ചപ്പടിയിലൊക്കെ വന്ന് എത്രയോ വാഴ്ന്നു പറഞ്ഞവരാ ഞങ്ങൾ. വാഴ്ന്നിന് വരുമ്പോ അന്നൊക്കെ അയാളെ ഉമ്മാക്ക് പനിയാണ്, അയാളെ ഉപ്പാക്ക് തലവേദനയാണ്, അയാളെ ഉപ്പാക്ക് പനിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലേ ഇപ്പോഴോ അയാളെ ഉമ്മാക്ക് ക്യാൻസറാണ്, അയാളെ ഉപ്പാക്ക് ക്യാൻസറാണ്, ഭാര്യക്ക് ക്യാൻസറാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. പൊന്നു നാട്ടുകാരെ, ഒരു 10 കുട്ടികളെ ദുആ, 10 മുത്തഅല്ലിമീങ്ങളുടെ ദുആ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ റഹ്മത്തായിരിക്കും, ഈ ജീവിതത്തിൽ ഒരു നേട്ടമായിരിക്കും. അത് ഈ നാട്ടുകാർക്ക് അല്ലാഹു തആല കൊടുക്കാതിരിക്കില്ലല്ലോ. അത്രമാത്രം കുട്ടികളെ വളർത്തുന്ന നാട്ടിലെ സാധുക്കൾ ഉമ്മമാർ, അല്ലാഹു തആല അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാവട്ടെ, അവരുടെ വീടുകളൊക്കെ അല്ലാഹു റഹ്മത്തേറ്റി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല ബറക്കത്തുള്ള ഒരു ദർസ്, അഭിവന്ദനായ എന്റെ സഹോദരൻ അഹ്സനി ഉസ്താദ് ഒരു മുവഫഖായ പണ്ഡിതനാണ്, വളരെ ചെറുപ്പക്കാരനാണ്, മുവഫഖായ പണ്ഡിതനാണ്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. നാട്ടുകാരെ, ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് ആലപിക്കാൻ പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആലപിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പ്രസംഗം ഇവിടെ നിർത്തുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒരു സാധാരണക്കാർക്ക് പറ്റിയ നല്ല ഭാര്യ, നല്ല ഉമ്മ, അതുപോലെ നമ്മുടെ ഉമ്മ, നല്ല ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ ചോരകൾ, ഒരു സാധാരണക്കാർക്ക് പറ്റിയ 5 പുസ്തകങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് സാധാരണക്കാർ ലക്ഷ്യം വെച്ച് എഴുതിയ ഒരു പുസ്തകം, ഞാൻ തന്നെ എഴുതിയ പുസ്തകമാണ്. പറ്റുന്നവരൊക്കെ നിങ്ങൾ വാങ്ങുക. വീടുകളിൽ ഒരു ഭാര്യ ഭർത്താവിനെ അടച്ചുകൂട്ടട്ടെ, ഭർത്താവ് ഭാര്യയും അടച്ചുകൂട്ടിക്കൊണ്ട് ഖൽബ് നൊന്ത് 2 കൂട്ടരും ദുആ ചെയ്യട്ടെ.
ആ നിയ്യത്ത് വെച്ചുകൊണ്ട് എഴുതിയ പുസ്തകങ്ങള്, അതുപോലെ പ്രസംഗിച്ച വീടുകളിലേക്ക് പറ്റിയ ലളിതമായ സീഡികള് പറ്റുന്നവരൊക്കെ നിങ്ങൾ വാങ്ങി അതൊക്കെ ദുആയിൽ പെടുത്തണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ദർസിന് അല്ലാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ. നാട്ടുകാർക്ക് അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ.